ഹായ് ഗൈസ്. സോ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ലോഗിൻ ഫോമിൽ ഒതൻറ്റിക്കേഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒരു വർക്ക് അറൗണ്ട് വെച്ച് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. സോ അതായത് ലോഗിൻ ഫോമിൽ കറണ്ട് യൂസർ ക്വറിയെ അസോസിയേറ്റ് ചെയ്തു, പിന്നെ കമ്പോണൻറ്റ് വിൽ അപ്ഡേറ്റ് നമ്മളോട് യൂസ് ചെയ്തിരുന്നു. ഈ ലൈഫ് സൈക്കിൾ മെത്തേഡ് ഉപയോഗിച്ച് പ്രോപ്സിന് നമ്മൾ ചേഞ്ച് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത ശേഷം അത് ഡിറ്റക്റ്റ് ചെയ്തിരുന്നു. സോ ഇനീഷ്യലി അത് യൂസർ ലോഗിനിക്കേറ്റഡ് ആയിരിക്കില്ല, ലേറ്റർ നമുക്ക് റെസ്പോൺസ് ഒക്കെ കിട്ടുമ്പോൾ ഓതൻറ്റിക്കേറ്റഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മൾ എന്താ വെച്ചാൽ റീഡയറക്റ്റ് ചെയ്യുന്നു, ഡാഷ്ബോർഡിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മളതിനെ ഒരു ചെറിയ ഹാക്ക് എന്ന് പറഞ്ഞു. ആക്ച്വലി ഇതൊരു ഐഡിയൽ സൊല്യൂഷൻ അല്ല, പക്ഷേ നിലവിലെ അപ്പോളോ ബിഹേവിയർ അനുസരിച്ചിട്ട് ഏറ്റവും ഇത്തിരി ഈസിയുള്ള വേ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി അപ്ഡേറ്റ് വന്നോന്ന് എനിക്കറിയില്ല, വന്നിട്ടുണ്ടെങ്കിൽ വളരെ ബെറ്ററാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ ഇപ്പോൾ നമുക്കൊരു നമ്മുടെ എഴുതിയ ലോജിക്ക് സൈനപ്പിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം സൈനപ്പ് ചെയ്ത ശേഷവും ഇതേ ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അതിൽ നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് കാര്യം. സോ ഞാൻ സെയിം തന്നെയാണ് യൂസ് ചെയ്യുന്നത്, വലിയ ഡിഫറൻ്റ് ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ അത് കോപ്പി ചെയ്യണം, ഇവിടുന്ന് നേരെ സൈനപ്പിലേക്ക് കൊണ്ടുവന്നിട്ടാണ് സെയിം ലോജിക്ക്. പിന്നെ ഹാഷ് ഹിസ്റ്ററി നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് ഹാഷ് ഹിസ്റ്ററി ഞാൻ ഇമ്പോർട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ന് വെച്ചാൽ ലൈഫ് സൈക്കിൾ ഇപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വയറപ്പ് ചെയ്യേണ്ടതുണ്ട്. സോ വയറപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കറണ്ട് യൂസർ ക്വറി ഇവിടെ ഗ്രാഫ് ക്യൂർ ഓഫ് വായിക്കാൻ എളുപ്പത്തിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ ഇടാം. സെയിം, ഇത് കുറച്ചും കൂടി വായിക്കാൻ എളുപ്പമാണ്. ഓക്കെ, സോ നമ്മളിവിടെ മുൻപിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഹാഷ് ഹിസ്റ്ററി ഇമ്പോർട്ട് ചെയ്തു റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളൊരു ലൈഫ് സൈക്കിൾ മെത്തേഡ് ആഡ് ചെയ്തു. ഏതാണെന്ന് വെച്ചാൽ കമ്പോണൻറ്റ് വിൽ അപ്ഡേറ്റ് ലൈഫ് സൈക്കിൾ മെത്തേഡ് ആഡ് ചെയ്തിരുന്നു. സോ അതിൽ ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് ഡാറ്റ ഡോട്ട് യൂസർ, അത് പഴയ പ്രോപ്സാണ് നമുക്ക് കിട്ടുക. പിന്നെ അപ്ഡേറ്റഡ് പ്രോപ്സ് കിട്ടാനായിട്ട് നെക്സ്റ്റ് പ്രോപ്സ് ഡോട്ട് ഡാറ്റ ഡോട്ട് യൂസർ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്തു യൂസർ ഓതൻറ്റിക്കേറ്റഡ് ആയോ എന്നുള്ളത്. യൂസറിൻ്റെ ഓതൻറ്റിക്കേറ്റഡ് ആയ നമ്മൾ എന്ത് പറയുന്നത് വെച്ചാൽ റീഡയറക്റ്റ് ചെയ്യാൻ പറയുന്നു, ഡാഷ്ബോർഡിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സൈൻ അപ്പ് ഫോമിൽ കറണ്ട് യൂസർ ക്വറി ഓൾറെഡി ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും കമ്പോണൻറ്റിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായില്ല മുമ്പ്. സോ അതിന് വേണ്ടിയിട്ട് ഞാനത് അസോസിയേറ്റ് ചെയ്തു, ഇങ്ങനെ എടുത്തിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. സോ ക്വറി എന്ന് പറഞ്ഞാൽ കറണ്ട് യൂസർ ക്വറിയാണ്. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സൈൻ അപ്പ് മ്യൂട്ടേഷനുമാണ്. ഈ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സൈൻ അപ്പ് മ്യൂട്ടേഷനുമാണ്. സോ ഇതിൻ്റെ ഓർഡറൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ക്വറിയിൽ നിന്ന് മ്യൂട്ടേഷൻ ആകട്ടെ, മ്യൂട്ടേഷൻ ക്വറി ആകട്ടെ, രണ്ട് ഫൈനാണ്. ഇപ്പോൾ ഇവിടെ ഇനീഷ്യൽ മ്യൂട്ടേഷൻ ചെയ്തിട്ട് ഇവിടെ ക്വറി ചെയ്താലും പ്രശ്നമില്ല, ഇവിടെ ക്വറി ചെയ്തിട്ട് ഇതിൻ്റെ ഓർഡർ മാറിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും ഒരു പ്രശ്നമില്ല. ഓക്കെ, സോ അപ്പോളോയ്ക്ക് ഇത് എക്സിക്യൂഷനിൽ വലിയൊരു ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല, സെയിം പോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യും. ഇനി അടുത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഞാനിത് ഫയൽ സേവ് ചെയ്തിട്ടുന്നു, എന്നിട്ട് വെബ് പാക്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കമ്പൈൽ സക്സസ്ഫുള്ളി ആണോ ചെക്ക് ചെയ്തു. സോ നമ്മുടെ കമ്പൈൽ സക്സസ്ഫുള്ളിയാണ്. തിരിച്ച് ബ്രൗസറിലേക്ക് നമ്മൾ നാവിഗേറ്റ് ചെയ്തു. നാവിഗേറ്റ് ചെയ്ത ശേഷം ഇവിടെ വന്നു ഇതിലൂടെ ലോഗിൻ സൈനപ്പ്. സോ സൈനപ്പിൽ ഞാനൊരു ഡാറ്റ കൊടുക്കുകയാണ്, test.com. എന്നിട്ട് ഞാനിവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്താൽ, സോ സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോഗൗട്ട് വന്നിട്ടുണ്ട്, ഹെഡർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ലോഗിനിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് നമ്മുടെ സക്സസ്ഫുള്ളി വർക്ക് ആവും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി റിയാക്ട് റൗട്ടർ ഡാഷ്ബോർഡിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് നമ്മൾ ഡിഫൈൻ ചെയ്യാത്തതുകൊണ്ട് അത് റീഡയറക്റ്റ് ആവുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, സോ സൈനപ്പ് മ്യൂട്ടേഷനിൽ അവിടെ ഫസ്റ്റ് റിക്വസ്റ്റ് എന്ന് വെച്ചാൽ സൈനപ്പ് മ്യൂട്ടേഷനിലേക്ക് പോയി. നെറ്റ്വർക്ക് ടാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് റിക്വസ്റ്റിന് ഇവിടെ സൈനപ്പ് മ്യൂട്ടേഷനിലേക്ക് പോയി. അതിന് ശേഷം ഇത് റീഫെച്ച് ക്വറീസ് എടുക്കുന്നു, എന്നിട്ട് എടുത്തിട്ട് അത് കമ്പോണൻറ്റ് റീറെൻഡർ ചെയ്തിട്ട് റീഡയറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, അതാണ് ഇവിടെ ആക്ച്വലി നടക്കുന്നത്. സോ നമ്മുടെ ബ്രൗസറിൽ ഇപ്പോൾ മ്യൂട്ടേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്, ഫോളോ അപ്പ് ക്വറി ഫൈൻഡ് ആയിട്ടുണ്ട്, യൂസർ ഡാറ്റ കിട്ടിയിട്ട് ഈ റീഡയറക്റ്റ് ടു ഡാഷ്ബോർഡ് ഇവിടെ നമുക്ക് ഓൾറെഡി സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇതിലൊരു എറർ എന്ന് വെച്ചാൽ നോ റൗട്ട് കോൾഡ് ഡാഷ്ബോർഡ് എന്ന് വെച്ചാൽ കാരണം നമ്മൾ റൗട്ട് ഇനിയും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. ഇത് പ്രശ്നമില്ല, അത് നമ്മളിനി ക്രിയേറ്റ് ചെയ്യും. അത് റീഡയറക്റ്റ് ട്രിഗർ ആയതിൻ്റെ ഒരു തെളിവാണ് ആക്ച്വലി
ഇങ്ങനത്തെ ഒരു എറർ മെസ്സേജ് വന്നത്. ഇപ്പോൾ നമുക്ക് രണ്ടും എന്ന് വെച്ചാൽ ലോഗിനും സൈൻ അപ്പ് ഫോമിൽ ഓതൻറ്റിക്കേഷൻ ഡിറ്റക്ട് ചെയ്യാനുള്ള ലോജിക് സക്സസ്ഫുള്ളി നമ്മൾ എഴുതിയിട്ടുണ്ട്. അടുത്ത സെക്ഷനിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ഡാഷ്ബോർഡ് കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഓതൻറ്റിക്കേറ്റഡ് യൂസേഴ്സിന് മാത്രം കാണാവുന്നൊരു ലോജിക്കും കൂടി നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അതാണ് അടുത്ത സെഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ചെറാപ്പ് ചെയ്യാണ്. താങ്ക്സ് ലോട്ട്, ബൈ.